പ്രൈസ് ദി ലോർഡ്. രാവിലെ കാലം കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കുമ്പോൾ അല്പനേരത്തെ ചിന്തയ്ക്ക് എടുത്തിരിക്കുന്ന തിരുവചനം യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം. ഹല്ലേലൂയ. ഇവിടെ വായിക്കുവാൻ കഴിയുന്നുണ്ട്, 5 യവത്തപ്പത്തിൽ തിന്നു ശേഷിച്ച കഷ്ണം അവർ ശേഖരിച്ച് 12 കൊട്ട നിറച്ചെടുത്തു. ഹല്ലേലൂയ. ഇതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, യേശു എവിടെ പോയാലും അവിടെയെല്ലാം അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുന്നു. രോഗികളെ ഹല്ലേലൂയ കൊണ്ടുവരുന്നു, സൗഖ്യം പ്രാപിക്കുന്നു. ജനങ്ങളെല്ലാം തിക്കി തിരക്കിക്കൊണ്ട് എവിടെ പോയാലും യേശുവിൻ്റെ പിറകെ ആൾക്കാർ വരുന്നു. ഹല്ലേലൂയ. അന്ന് ഒരു ദിവസം ഹല്ലേലൂയ മരുഭൂമിയിൽ കൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഹല്ലേലൂയ നേരം വൈകുന്നേര സമയമാവുന്നു. പക്ഷേ ആൾക്കാരെയെല്ലാം അങ്ങനെ വിടുവാൻ നമ്മുടെ യേശുപ്പന് ഇഷ്ടമാകുന്നില്ല. ഹല്ലേലൂയ. ശിഷ്യന്മാരോട് പറയാണ്, നിങ്ങൾ ഇവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പിൻ. ഹല്ലേലൂയ. അന്നേരം അവർ പറയുന്നുണ്ട്, ഇവിടെ മരുഭൂമിയാണ്, നേരവും വൈകി, എങ്ങനെയാണ് ഞങ്ങൾ ഇത്രയും പേർക്ക് കൊടുക്കുന്നത്? സമയം നോക്കണം, നേരം വൈകിയ സമയം. ഹല്ലേലൂയ. മരുഭൂമിയുടെ അവസ്ഥ. ഹല്ലേലൂയ. ഇവിടെ ഞങ്ങൾ എവിടെ പോയി ഇത്രയും ആൾക്കാർക്ക് കൊടുക്കും? പ്രിയ മക്കളെ, ഇന്നും നമ്മൾ ഇതുപോലെയാ. നമ്മൾക്കൊന്ന് ചിന്തിച്ചാൽ ഹല്ലേലൂയ കാര്യങ്ങളൊക്കെ സാധിക്കും. യേശുപ്പനാ എൻ്റെ കൂടെയുള്ളത്. ഹല്ലേലൂയ. പിന്നെ നമ്മൾ എന്തിനാ ഭാരപ്പെടുന്നത്? യേശുപ്പനാ നമ്മളോട് പറഞ്ഞെങ്കിൽ നമ്മളതങ്ങ് ചെയ്താൽ പോരെ. ഹല്ലേലൂയ. ഇവിടെ നോക്ക്, അവർ പറയുകയാണ്, നേരം വൈകിയല്ലോ, ഇത് മരുഭൂമിയാ, പുരുഷാര് ഗ്രാമങ്ങളിൽ പോയി ഭക്ഷണ സാധനങ്ങൾ കൊള്ളേണ്ടതിന് അവരെ പറഞ്ഞയക്കാണ്. ഹല്ലേലൂയ. നമ്മുടെ അപ്പൻ ഹല്ലേലൂയ അങ്ങനെ പറഞ്ഞയക്കുന്ന ഹല്ലേലൂയ അപ്പൻ അല്ല. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മളെ കൈവിടാത്ത അപ്പൻ, നമ്മളെ ചേർത്ത് പിടിക്കുന്ന അപ്പൻ, നമ്മുടെ ക്ഷീണങ്ങൾ മനസ്സിലാക്കുന്ന അപ്പൻ, നമുക്ക് വേണ്ടുന്നത് തരുന്ന അപ്പനാണ്. ഹല്ലേലൂയ. നിങ്ങൾ എത്ര നേരം വൈകിയാലും ഏത് ദേശത്തായാലും അവിടെ കടന്നു വന്ന് നമ്മളെ സഹായിക്കുന്ന അപ്പൻ അന്ന് അത്ഭുതം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നും ആ അത്ഭുതം നടക്കുന്നുണ്ട്. ഹല്ലേലൂയ. 4 സുവിശേഷങ്ങളിലും ഇത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. നോക്കൂ, അവരോട് പറയാ, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പിൻ. നിങ്ങൾ നാളുകളായിട്ട് ഹല്ലേലൂയ എൻ്റെ കൂടെ നടന്ന അത്ഭുതങ്ങളൊക്കെ കാണുന്നുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇത് ചെയ്യുവാൻ സാധിക്കുന്നില്ല? ഇന്നും നാളുകളായിട്ട് വചനമൊക്കെ കേട്ടിട്ടും വേണ്ടും പോലെ അത് മനസ്സിലാക്കാതെ അത് പ്രകാരം ജീവിക്കുന്ന ജീവിതങ്ങളാണ് കൂടുതലും. പ്രിയ മക്കളെ, ഹല്ലേലൂയ ശിഷ്യന്മാരോട് പറയാണ്, നിങ്ങൾ തന്നെ ഇവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പിൻ. ഹല്ലേലൂയ. നോക്കൂ, എന്നിട്ട് ഇവർ തമ്മിൽ ഹല്ലേലൂയ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചു കാണും, നമ്മൾ എങ്ങനെയാ കൊടുക്കുന്നത്? നോക്ക്, ഇത്രയും ആൾക്കാർക്ക് 200 വെള്ളിക്കാശിനൊക്കെ എത്ര അപ്പം കിട്ടും? ഇത്രയും പേരെ എങ്ങനെയാ നമ്മൾ ഹല്ലേലൂയ ആഹാരം കൊടുത്ത് തൃപ്തിപ്പെടുത്തി അയക്കുന്നത്? പ്രിയ മക്കളെ, നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഒന്നിനും പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വേണ്ടുന്നിടത്തോളം തരുവാൻ നമ്മുടെ അപ്പൻ കൂടെയുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പിൻ. നമ്മളോട് പറയുന്നത് നമ്മൾ അതേപോലെ ചെയ്യുകയാണെങ്കിൽ ഹല്ലേലൂയ അവിടെ അത്ഭുതം തന്നെ നടക്കും. ഹല്ലേലൂയ. എന്നിട്ട് നമുക്കറിയാം ഹല്ലേലൂയ മത്തായി സുവിശേഷങ്ങളെല്ലാം കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. ഇവിടെ ഒരു ബാലകനുണ്ട്, അവൻ്റെ കയ്യിൽ 5 യവത്തപ്പം. ഹല്ലേലൂയ. പ്രത്യേകിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട് പ്രിയ മക്കളെ, 5 യവത്തപ്പമായി ഇതിൻ്റെ കയ്യിലുള്ളത്. ഹല്ലേലൂയ. 5 യവത്തപ്പവും 2 മീനുമാ ഉള്ളത്. ഹല്ലേലൂയ. നമുക്കറിയാം യവത്തപ്പം എന്ന് പറയുന്നത് ഹല്ലേലൂയ നമ്മൾ അത് വായിച്ചു നോക്കുമ്പോഴൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പാവപ്പെട്ടവരുടെ ഭക്ഷണമായി യവം എന്നുള്ളതിൻ്റെ ആ യവത്തപ്പം. ഹല്ലേലൂയ. അതും ചെറുതായിട്ടൊക്കെ ഉണ്ടാക്കിയതായിരിക്കും. അത് ഒരു കുഞ്ഞിൻ്റെ കയ്യിൽ ഹല്ലേലൂയ 5 എണ്ണം കൊടുത്തു വിടണമെങ്കിൽ അത് എത്രമാത്രം ഉള്ളതായിരിക്കും നാം തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കണം. എന്നിട്ട് പറയുന്നുണ്ട് 5 യവത്തപ്പവും 2 മീനും. ഹല്ലേലൂയ. നോക്കൂ പ്രിയ മക്കളെ, അത് മതി, നമുക്കത് മതി. യേശുപ്പൻ നമ്മളെ എന്താ ചെയ്യുന്നതെന്ന് നോക്ക്. ഹല്ലേലൂയ. എന്നിട്ട് പറയുകയാണ്, ആളുകളെ നിങ്ങളെ
പന്തി പന്തിയായി ഇരുത്തുവിൻ. ഹല്ലേലൂയ. ഇന്ന് പന്തി പന്തിയായി ഇരുത്തുവിൻ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും കേൾക്കും? നമ്മൾ ഹല്ലേലൂയ ഒരു വിവാഹത്തിന് പോയാൽ മതി അവിടുത്തെ ആ തിക്കും തിരക്കും ഒന്ന് കാണാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറയാതെ അറിയാമല്ലോ, നാട്ടിലെ ഹല്ലേലൂയ വിവാഹത്തിൻ്റെ ആ ഷട്ടറൊക്കെ ഒന്ന് തുറക്കുമ്പോൾ ആ ഭക്ഷണ സാധനങ്ങളൊക്കെ വെക്കുന്ന ആ സ്ഥലത്തിൻ്റെ അവിടുത്തെ ഷട്ടറിൻ്റെ അവിടെ നോക്കണം. വിവാഹം കഴിയുന്നതിന് മുന്നേ ആൾക്കാരങ്ങ് തിക്കി തിരക്കി അവിടെ നിൽക്കുക. പക്ഷെ അതൊന്ന് തുറക്കുമ്പോഴത്തേക്കൊന്ന് ചാടി കയറുന്ന ആ ഒരു അവസ്ഥ, ആ ഒരു രംഗം ഒന്ന് നോക്കണം. ഇവിടെ യേശുപ്പൻ പറയാ, ആൾക്കാരെല്ലാം നിങ്ങളെ പന്തി പന്തിയായി ഇരുത്തുവിൻ. ഹല്ലേലൂയ. അവര് പന്തി പന്തിയായിട്ട് ഇരുത്തി യേശുപ്പൻ എന്തോ ചെയ്തത്? ആ 5 ഏത്തപ്പമൊക്കെ കയ്യിലെടുത്തങ്ങ് യേശുപ്പ ചേർത്ത് വാഴ്ത്തി. ഹല്ലേലൂയ. പ്രിയ മക്കളെ, വാഴ്ത്തി നുറുക്കി. ഹല്ലേലൂയ. അത് പിന്നീട് നിങ്ങളെ അവർക്ക് കൊടുക്കുവീൻ എന്നാ പറഞ്ഞത്. നമ്മുടെ അപ്പച്ചൻ അതുപോലെ വാഴ്ത്തിയാലുണ്ടല്ലോ അങ്ങ് നുറുക്കുകയാ ചെയ്യുന്നത്. ഹല്ലേലൂയ. യേശുപ്പന്റെ വാഴ്ത്തലും അതിപ്രിയ മക്കളെ, അത് നമ്മളെ നുറുക്കും. ഹല്ലേലൂയ. നുറുക്കുമ്പോൾ എന്താ? ചില വേദനകളൊക്കെ ജീവിതത്തിൽ കടന്നു വരും. ഹല്ലേലൂയ. അതൊക്കെ നമ്മൾ സഹിക്കുവാൻ പറ്റുന്ന വേദനയാണ്. ഹല്ലേലൂയ. പിന്നെന്താ? അത് തിന്ന് തൃപ്തിയാവുമ്പോൾ ഹല്ലേലൂയ അത് ശേഷിച്ച കഷ്ണങ്ങളൊക്കെ നമുക്ക് നിറച്ചെടുക്കുവാൻ സാധിക്കും. പ്രിയ മക്കളെ, ആദ്യമൊക്കെ എന്താ വാഴ്ത്തുന്ന സമയത്ത് ആ നുറുക്കി തരുമ്പോഴൊക്കെ അല്പം വേദനയും പ്രയാസവും അല്പം നമുക്ക് ഭാരങ്ങളൊക്കെ ജീവിതത്തിലൊക്കെ കടന്നു വരുമ്പോൾ പിന്നെ നമ്മളെ നിറയ്ക്കുന്ന അനുഭവത്തിലേക്ക് യേശുപ്പൻ കൊണ്ടുപോകും. ഹല്ലേലൂയ. നമ്മൾ ഭാരപ്പെടരുത്. കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കുക. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നോക്കൂ, യേശുപ്പൻ നമ്മളെ നിറയ്ക്കുന്ന അപ്പന. ഹല്ലേലൂയ. വാഴ്ത്തി നുറുക്കി. ഹല്ലേലൂയ. പിന്നീട് പറയുന്നുണ്ട്, നിങ്ങൾ ഇവർക്കെല്ലാം ഭക്ഷിപ്പാൻ കൊടുത്തിട്ട് ഹല്ലേലൂയ ബാക്കിയുള്ളത് നിങ്ങൾ ശേഖരിക്കുവിൻ. ഹല്ലേലൂയ. അത്രയ്ക്കാ അപ്പച്ചൻ ചെയ്യുന്നത്. ഹല്ലേലൂയ. നമ്മളെ കൈവിടുന്ന അപ്പച്ചനല്ല. നമുക്ക് വേണ്ടുന്നത് അവർക്ക് പന്തി. ഹല്ലേലൂയ. തൃപ്തിയായ ശേഷം ഹല്ലേലൂയ പിന്നീട് 12 കൊട്ട നിറച്ചെടുക്കുവാൻ സാധിച്ചു. പ്രിയ മക്കളെ, അപ്പം ഹല്ലേലൂയ. നമ്മളെ കൈവിടുന്ന അപ്പനല്ല. ഹല്ലേലൂയ. നമുക്ക് വേണ്ടുന്നിടത്തോളം തരുവാൻ ഹല്ലേലൂയ അപ്പൻ ഇന്നും ശക്തനാണ്. പ്രിയ മക്കളെ, അവിടെ പറയുന്നുണ്ട് ഹല്ലേലൂയ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തേക്ക് നോക്കി വാഴ്ത്തി അപ്പം നുറുക്കി ശിഷ്യന്മാരുടെ പക്കലും ശിഷ്യന്മാർ പുരുഷാരത്തിനും കൊടുത്തു. എല്ലാവരും തിന്ന് തൃപ്തരായി. ശേഷിച്ച കഷ്ണം 12 കൊട്ട നിറച്ചെടുത്തു. തിന്നവരോ സ്ത്രീകളെയും പൈതങ്ങളെയും കൂടാതെ ഏകദേശം 5000 പുരുഷന്മാരായിരുന്നു. പ്രിയ മക്കളെ, നോക്കൂ, ആ 5 ഏത്തപ്പം കൊണ്ട് 2 മീനും കൊണ്ട് ഹല്ലേലൂയ അപ്പൻ ഇത്രയും പേരെ ഹല്ലേലൂയ ഭക്ഷിച്ചു. ഹല്ലേലൂയ. അവരെ തൃപ്തിയായി നിറച്ചെടുത്ത് പിന്നീട് 12 കൊട്ടയും നിറച്ചെടുക്കുവാൻ സാധിച്ചെങ്കിൽ ഹല്ലേലൂയ ഇന്നും നമ്മുടെ അപ്പന്റെ കരം കുറുകിയിട്ടില്ല. പ്രിയ മക്കളെ, ഇന്നും തരുവാൻ ഇഷ്ടം പോലെ അപ്പന്റെ കരത്തിലുണ്ട്. പക്ഷേ നമ്മുടെ ആ ഹല്ലേലൂയ ആ നുറുക്കലൊക്കെ വരുമ്പോഴുണ്ടല്ലോ, നമ്മൾ ഭാരപ്പെട്ടിരിക്കുവാനല്ല, അപ്പാ എന്നെ നുറുക്കിയത് കൊണ്ട് ഞാൻ സന്തോഷിക്കുന്നു, അപ്പൻ എന്നെ നിറയ്ക്കുവാൻ ശക്തനാണെന്നും പറഞ്ഞ് വിശ്വാസത്തോടെ നിൽക്കുക. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ പ്രിയ മക്കളെ ഹല്ലേലൂയ ഇതിൻ്റെയൊക്കെ വില മനസ്സിലാകുകയുള്ളൂ. ഉപവസിച്ചതൊന്നും ഹല്ലേലൂയ വൃഥാവല്ല. പ്രിയ മക്കളെ, ദൈവസന്നിധി മുട്ടുകുത്തിയതൊന്നും വൃഥാവല്ല. ഹല്ലേലൂയ. അതിനെല്ലാം 10 മടങ്ങ് തരുവാൻ അപ്പൻ ശക്തനാണ്. ഹല്ലേലൂയ. കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ നടത്തി തരും. ഹല്ലേലൂയ. ഇന്ന് ഭാരത്തോടെ ഏത് വിഷയത്തിലിരിക്കുന്നോ അതിന്മേൽ പ്രവർത്തിക്കുന്ന അപ്പന. ഹല്ലേലൂയ. ആദ്യകാലങ്ങളിൽ ചില നുറുക്കൽ ഹല്ലേലൂയ ചില ഭാരങ്ങൾ പ്രയാസങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അപ്പന്റെ സന്നിധിയിൽ നിന്ന് മാറിപ്പോവല്ലേ. ഹല്ലേലൂയ. ചേർത്ത് പിടിക്കുന്ന അപ്പന. പ്രിയ മക്കളെ, കരങ്ങളിൽ നമ്മൾ പിടിച്ചോണം. ഹല്ലേലൂയ. അപ്പനെ വിടരുത്. ഹല്ലേലൂയ. അപ്പൻ നമ്മളെ കൈക്ക് പിടിച്ച് നടത്തും. വഴുവഴുപ്പിലൂടൊക്കെ നടന്നു പോകുമ്പോൾ നമ്മളെ തള്ളി കളയത്തില്ല. ഹല്ലേലൂയ. അവിടെ നിന്ന് ചേറ്റി നിന്നല്ല നമ്മളെ ഹല്ലേലൂയ പിടിച്ചെടുക്കുന്ന അപ്പന്റെ കരത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത്. പ്രിയ മക്കളെ, വേണ്ടുന്നിടത്തോളം തരുവാൻ ശക്തനായ കർത്താവിന്റെ കരങ്ങളിൽ പിടിക്കുകയാണെങ്കിൽ അത്ഭുതകരമാവണ്ണം കർത്താവ് നമ്മളെ പോറ്റി
പുലർത്തും. മറ്റുള്ളവരുടെ മുന്നിൽ നമ്മളെ ഹല്ലേലൂയ മാന്യമായിട്ട് കർത്താവ് അപ്പച്ച നമ്മളെ നടത്തും. ഹല്ലേലൂയ. കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. 5 അബദ്ധപ്പത്തിൽ ഹല്ലേലൂയ നിന്ന് ശേഷിച്ച കഷ്ണം നിറയ്ക്കുവാൻ സാധിച്ചെങ്കിൽ നിന്റെ ഭവനത്തിൽ എന്തുണ്ട് അത് മതി. ഹല്ലേലൂയ. അപ്പൻ നിറയ്ക്കുവാൻ ശക്തനാണ്. ഉള്ളതുപോലെ പറയുമ്പോൾ അവിടെ ദൈവിക വിടുതൽ നടക്കും. കർത്താവിന്റെ പാദപീഠത്തിൽ മുട്ടുകുത്തി കർത്താവിനോട് കാര്യങ്ങൾ പറ. അവിടെ ദൈവം ഹല്ലേലൂയ നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ നടത്തും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ എന്ന് ഹല്ലേലൂയ. വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലെ വലിയ അത്ഭുതങ്ങൾ ഏത് വിഷയത്തിൽ അവർ ഭാരത്തോടിരിക്കുന്നു അതിന്മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. കർത്താപ്പച്ച അങ്ങയുടെ അത്ഭുതകരം നീട്ടണമേ. ഓരോ മക്കളെ സഹായിക്കണമേ. കർത്താപ്പച്ചനാണല്ലോ ഓരോരുത്തരെ ഹല്ലേലൂയ ഹൃദയങ്ങളെ അറിയുന്നത്. ഹല്ലേലൂയ. അവിടുന്ന് അത്ഭുതത്താൽ ഓരോ മക്കളെ വഴി നടത്തണം കർത്താവേ. പ്രാർത്ഥന കേട്ട് ഓരോ മക്കളെ സഹായിച്ചതിനായി സ്തോത്രം, അനുഗ്രഹിച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.